സിൻവാറിനെയും കൂടി വകവരുത്തി ഗസയിൽ ഹമാസിന് തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് ലോകത്തിനു മുന്നിൽ ഇസ്രായേൽ വീമ്പ് മുഴക്കിക്കൊണ്ടിരുന്നിടത്തേക്കാണ് അദൃശ്യനായി അയാൾ കടന്നു വന്നത്. ഹമാസിന്റെ സായുധ വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ചും ഇസ്രായേലിനെ ആശയക്കുഴപ്പത്തിലാക്കിയുമായിരുന്നു ആ വരവ്. നിഴലെന്ന് ഹമാസ് തന്നെ വിളിക്കുന്ന മുഹമ്മദ് സിൻവാർ, ഇസ്രായേലിന്റെ തന്നെ പേടി സ്വപ്നമായിരുന്ന യഹിയ സിൻവാറിന്റെ ഇളയ സഹോദരൻ മുഹമ്മദ് സിൻവാർ. മറ്റൊരു സിൻവാർ പ്രവർത്തിക്കുന്നുവെന്ന് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെ ഇളയ സഹോദരൻ ഗാസയിൽ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വാൾസ്ട്രീറ്റ് ജേണലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഈ 50-കാരൻ തീർച്ചയായും ഇസ്രായേലിന് ഭീഷണിയാണെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ മുന്നറിയിപ്പ് നൽകുന്നു. സഹോദരനെ പോലെ ചെറുപ്പത്തിൽ തന്നെ ഹമാസിന്റെ ഭാഗമായിട്ടാണ് മുഹമ്മദും. അൽഗാസാം ബ്രിഗേഡിന്റെ ബുദ്ധികേന്ദ്രമായിരുന്ന മുഹമ്മദ് ദൈഫുമായി അടുത്ത ബന്ധമായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ അദ്ദേഹം ആരാണെന്നോ എവിടെയാണെന്നോ എവിടെ നിന്നാണ് കരുക്കൾ നീക്കുന്നതെന്നോ ഒരു സൂചന പോലും ഇസ്രായേലിന് ലഭിച്ചിട്ടില്ല. ഹമാസിന്റെ ലോജിസ്റ്റിക്സിന്റെയും മാൻ പവറിന്റെയും തലവൻ, അൽഗസാം ബ്രിഗേഡിന്റെ ഉന്നത കമാൻഡർ, വിവിധ പലസ്തീൻ ഗ്രൂപ്പുകളുടെ ഏകോപനത്തിനായി മുന്നിൽ നിന്നവൻ, ഹിസ്ബുല്ലക്കും ഇറാനും ഒരുപോലെ പ്രിയങ്കരൻ, ഫലസ്തീൻ തടവുകാരുടെ മോചനത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിൽ, ഗസയിൽ ഹമാസിന്റെ ഏറ്റവും മുതിർന്ന കമാൻഡർ. അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ്. എന്നാൽ എക്കാലത്തും കർട്ടന് പിറകിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. 2006 ഗാലത് ഷാലിദ് എന്ന സൈനികനെ പിടികൂടി അയാളെ വെച്ച് വിലപേശി യഹിയ സിൻവാർ ഉൾപ്പെടെ 1000-ഓളം ഫലസ്തീൻ തടവുകാരുടെ മോചനത്തിലേക്ക് നയിച്ചതിന് പിന്നിലെ ബുദ്ധികേന്ദ്രവും മുഹമ്മദായിരുന്നു. തങ്ങളുടെ നിബന്ധനകൾ നിർദ്ദേശിക്കാൻ മാത്രം ശക്തമായ നിലയിലാണ് ഇപ്പോഴും ഹമാസ്. കഴിഞ്ഞ വർഷം അവസാനം മുഹമ്മദ് സിൻവാർ വെടിനിർത്തൽ ചർച്ചകളിലെ മധ്യസ്ഥർക്ക് എഴുതിയത് എങ്ങനെയായിരുന്നു? 24 ബറ്റാലിയനുകളിലായി 30,000 വരെ പോരാളികൾ ഹമാസിന് ഉണ്ടായിരുന്നെന്നും എന്നാൽ അവരിൽ പകുതിയോളം പേരെ തങ്ങൾ കൊന്നുകളഞ്ഞെന്നും ഇപ്പോൾ 17,000 പേരെ ബാക്കിയുള്ളൂ എന്നുമൊക്കെ ഇസ്രായേൽ വീരവാദം മുഴക്കുമ്പോഴായിരുന്നു ഉറച്ച ശബ്ദത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ഉണ്ടായത്. മുഴുവൻ ഗസക്കാരുടെയും കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കുകയും അവരുടെ ത്യാഗങ്ങൾക്കും രക്തസാക്ഷിത്വത്തിനും നീതി ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമഗ്ര കരാറില്ലെങ്കിൽ ഹമാസ് പോരാട്ടം തുടരുമെന്ന ശക്തമായ താക്കീതും അദ്ദേഹം നൽകി. ഇത്രയും ഉറച്ചിത് പറയണമെങ്കിൽ അവരുടെ ധൈര്യവും സ്ഥൈര്യവും ചെറുതാകില്ല. അവർ കരുതി വെച്ച പദ്ധതികളും ഒട്ടും ചെറുതാകില്ല. ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാമനായിരുന്നു യഹിയ സിൻവാർ. തലക്ക് ലക്ഷങ്ങൾ വിലയിട്ട പലതവണ ഇസ്രായേൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച നേതാവ്, ഏറെക്കാലം വലവിരിച്ചിട്ടും കുരുക്കാൻ കഴിയാതിരുന്ന ബുദ്ധിരാക്ഷസൻ, തുഫാനുൽ അക്സയിലൂടെ അസാധ്യമെന്ന് പലരും കരുതിയ ചെറുത്തുനിൽപ്പിന്റെ പുതിയ വഴികൾ തുറന്ന യഹിയ സിൻവാർ, പിന്നീട് തല ഉയർത്തി നിന്ന് അവസാന ശ്വാസത്തിൽ പോലും ശത്രുവിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ധീരൻ. ഇതേ സിൻവാറിന്റെ സഹോദരനാണ് നേലായി വന്ന് ഇസ്രായേലിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ഹമാസിന്റെ മുന്നേറ്റത്തിന്റെയും പ്രതിരോധത്തിന്റെയും പദ്ധതികൾ ചെറുതായിരുന്നില്ലെന്ന് 2023 ഒക്ടോബർ 7 നമുക്ക് കാണിച്ചു തന്നതാണ്. പുതിയ കാലം മറന്നുകളഞ്ഞ സ്വതന്ത്ര പലസ്തീൻ എന്ന മുദ്രാവാക്യത്തെ അവർ ലോകത്തിനു മുന്നിൽ വെച്ചു. ഇപ്പോഴിതാ അമേരിക്കയിൽ നടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന്റെ നിർമ്മാണമാണ് പ്രശ്നപരിഹാരമെന്ന്. ഈ പറച്ചിലിലേക്ക് ലോകത്തെ എത്തിക്കുമെന്ന് തന്നെയായിരുന്നു 1,00,000-ഓളം മനുഷ്യരുടെ രക്തസാക്ഷ്യത്തിന്റെ ലക്ഷ്യവും.